ഹലോ, നമസ്കാരം. ഞാൻ സിന്ധു വേണുഗോപാൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം ചെയ്തതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഒരു 2 മാസം പഴയ വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ ബസ്സിലായിരുന്നു ഇവിടുന്ന് പോയത്. എൻ്റെ കൂടെ സ്ഥിരം ഉണ്ടാവും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന അമൃത, മഞ്ജു, അശ്വതി, പിന്നെ രമ്യയുടെ മോള് ഭദ്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു വാൻ എടുത്താണ് ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയത്. ഞങ്ങളുടെ ഗുരു ഗോപിക ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട് ലീമ ചേച്ചിയും ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരേ ദിവസമാണ് എത്തിയത്. കുറച്ച് സമയത്തിന് മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പോകുന്ന വഴിയെല്ലാം ശരിക്കും നമ്മൾ കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതൊരു 3 ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രോഗ്രാമിന്റെ തലേ ദിവസം എത്തി. നെക്സ്റ്റ് ഡേ പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ നിന്ന് കുടജാദ്രിയൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇപ്പം ഞങ്ങൾ ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ചെയ്ത് അമ്പലത്തിനോട് ചേർന്ന് ഉള്ള ഒരു മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടെയാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്ന് പിന്നെ ഗോപിക ചേച്ചി എത്തുന്നതിന് മുമ്പ് കുറച്ചു നേരം പ്രാക്ടീസ് ഒക്കെ ചെയ്തു. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് പോകുന്നതെങ്കിലും എല്ലാവരും എപ്പോഴും ഒന്നിച്ച് കാണുന്ന ആൾക്കാരല്ല. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ചെല്ലാം ദൂരെയാണ്. അപ്പം നമ്മളിങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോൾ തലേ ദിവസമൊക്കെ എത്തുവാണെങ്കിൽ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പൊ ഇന്നും ഇവിടെയും അതുപോലെ തന്നെ ഞങ്ങൾ പ്രോഗ്രാമിന്റെ തലേ ദിവസം എത്തി കുറച്ചു നേരം പ്രാക്ടീസ് ഒക്കെ ചെയ്തു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം സൗപർണിക കാണാൻ പോയി. ഒരുപാട് നേരം ഞങ്ങൾ സൗപർണികയിൽ ചെലവഴിച്ചു കേട്ടോ. നല്ല രസം, നല്ലൊരു അനുഭവമായിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാണ് സൗപർണികയിൽ പോയിട്ട് ഇത്രയും നേരം അവിടെ. ഞങ്ങൾ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഗോപിയ ചേച്ചി ഉണ്ടായിരുന്നു, ലീമ ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് എല്ലാവരും എണീറ്റു ഒന്നുകൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു. ഉച്ചയ്ക്കായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അന്ന് ഒരുപാട് പെർഫോമൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള സ്ലോട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഗോപിയ ചേച്ചിയുടെ കൂടെ പാർവതി നായിക എന്ന് പറഞ്ഞൊരു വർണ്ണമാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ മാത്രം പെർഫോമൻസ് ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കൂടെ ഞങ്ങൾ പരമാനന്ദ നടൻ എന്ന് പറഞ്ഞിട്ട് ശിവന്റെ ഒരു ഐറ്റം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ഐറ്റം ചെയ്തു. അങ്ങനെ അന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നീടും ഞങ്ങൾ ഇവിടെ സൗപർണികയിൽ വന്നു. ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സൗപർണികയിൽ സമയം സ്പെൻഡ് ചെയ്തതായിരുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് വീണ്ടും ഞങ്ങൾ ദർശനത്തിന് വന്നു. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ദീപാവലി ദിവസം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈവനിങ് നല്ല ദർശനം കിട്ടി. അകത്തൊക്കെ കയറി ഞങ്ങൾ നന്നായി തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ വ്ളോഗിലും കാണിക്കുന്ന പോലെ ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം ഞാൻ കാണിക്കാറുണ്ട്. ഇത് ഞങ്ങൾ അവിടെ മഹാലക്ഷ്മി തന്നെയായിരുന്നു കൂടുതലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു നേരത്തെ ഞങ്ങളുടെ ഫുഡാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വൈകിട്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ കുടജാദ്രി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് ഞങ്ങൾ ഇവിടെ ആദ്യം കൊല്ലൂർ മൂകാംബിക ദേവീനെ തൊഴുതതിന് ശേഷമാണ് കുടജാദ്രിയിൽ പോയത്. രാവിലെ വളരെ നേരത്തെ ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറച്ചൊരു കുറവുണ്ടായിരുന്നു. തലേ ദിവസം കണ്ട അത്രയും ആൾക്കാർ ഉണ്ടായിരുന്നില്ല. എന്നാലും തിരക്ക് തന്നെയായിരുന്നു. തിരക്കൊക്കെ ആണെന്ന് പറഞ്ഞാലും നമുക്ക് നന്നായിട്ട് ദർശനം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒരു നല്ല കാര്യമായിട്ട് പറയാനുള്ളത്. അങ്ങനെ നന്നായി തൊഴുതതിന് ശേഷം ഞങ്ങൾ കുടജാദ്രി പോവാൻ റെഡിയായി. ജീപ്പ് ബുക്ക് ചെയ്താണ് പോയത്. അപ്പൊ നമ്മളുടെ മാത്രം ആൾക്കാരെ അതിലുണ്ടായിരുന്നുള്ളൂ. നമുക്ക് മാത്രമായിട്ട് ഒരു ജീപ്പ് ബുക്ക് ചെയ്തിട്ട് നമ്മളുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല. അവിടുന്ന് ജീപ്പ് ബുക്ക് ചെയ്ത് വേണം പോവാൻ. അപ്പൊ അവിടെ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം, റോഡൊന്നുമല്ല, ഓഫ് റോഡ് ട്രിപ്പാണത് ആക്ച്വലി കുടജാദ്രിക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ യാത്ര പോയി. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് വഴിയിൽ ഒരു ജീപ്പ് കേടുവന്ന് നിന്നതായിരുന്നു. അതുകൊണ്ട് പുറകെ വന്ന വണ്ടികളെല്ലാം നമുക്ക് കാണായിരുന്നു. സാധാരണ അങ്ങനെ വണ്ടികൾ പുറകെ വരുന്നത് കാണുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഇപ്പൊ 3-4 ജീപ്പുകൾ നമുക്ക് പുറകെ വരുന്നത് കാണാമായിരുന്നു. ഈ ഒരു കുടജാദ്രി ട്രിപ്പ് എന്ന് പറയുന്നത് നല്ല ഭംഗിയും ഒക്കെ ആസ്വദിക്കാനൊക്കെ ആണെങ്കിലും കുറച്ചൊരു അപകടം പിടിച്ച റോഡും ഒക്കെ ആയത് കാരണം നമുക്ക് കുറച്ച് പേടിയും ടെൻഷനും ഒക്കെ തോന്നാവുന്ന ഒരു ട്രിപ്പ് തന്നെയാണ്. അങ്ങനെ ജീപ്പിൽ പോകാൻ പറ്റാവുന്ന അത്രയും ദൂരം നമ്മൾ ജീപ്പിൽ പോയതിന് ശേഷം വീണ്ടും 1.5 കിലോമീറ്ററോളം നമ്മൾ നടന്ന് കയറി. അതായത് ആക്ച്വൽ ട്രെക്കിംഗ് തന്നെയാണ്. ട്രെക്കിംഗ് ചെയ്ത് നമ്മൾ മുകളിൽ ചെല്ലുമ്പോഴാണ് ശങ്കരാചാര്യർ തപസ് ചെയ്തിരുന്ന ആ ഒരു സ്ഥലവും മൂലസ്ഥാനത്തിരിക്കുന്ന ദേവീ ക്ഷേത്രമൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് കയറാൻ തന്നെ തീരുമാനിച്ചു. ലീമ ചേച്ചിയുടെ ഫ്രണ്ട് അഭിലാഷ് ഉണ്ടായിരുന്നു. പിന്നെ രമ്യ, ഭദ്ര, അശ്വതി,
അമൃത, ഞാൻ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. ഗോപി ചേച്ചി, മഞ്ജു ഞങ്ങളുടെ കൂടെ കുടജാദ്രിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഞങ്ങൾ അവിടെ കയറി ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് കുറച്ചു നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. റൂമിലെത്തി ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു. ഇപ്പൊ ഇതാ ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി തിരിച്ച് ബാംഗ്ലൂർക്കുള്ള ട്രിപ്പാണ്. അങ്ങനെ ഈ ട്രിപ്പും ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ നന്നായി പോയി. ഞങ്ങൾ വിചാരിച്ച പോലെ ദേവിയെ തൊഴാൻ പറ്റി. കുടജാദ്രി പോയി. ആ ഒരു യാത്രയും കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ അവസാനിപ്പിക്കുന്നത് അശ്വതിയാണ്. അങ്ങനെ ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പ് ഭവ്യമായ ദിവ്യമായ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്.